ഏവർക്കും നമസ്കാരം. നമ്മളൊന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കടക്കാൻ പോകുന്നത്. അതെന്താണെന്ന് വെച്ചാൽ അടിപൊളി ഒരു ചാറുകറിയാണ് വരുന്നത്. ചാറുകറി എന്ന് പറഞ്ഞാൽ ചുമ്മാ ഒന്നല്ല, നമ്മൾ മത്തി കൊണ്ടാണ്. ഈ മത്തി കൊണ്ട് കറി വരുന്നത്. ഇപ്പൊ മത്തിക്ക് ഭയങ്കര വിലക്കുറവുള്ള ഒരു സമയമാണ്. ഒരു 50 രൂപയൊക്കെ കൊടുത്ത് നമുക്ക് സാധാരണക്കാരന്റെ ഒരു വീട്ടിൽ കറി വെക്കാനുള്ള മത്തി കിട്ടും. അര കിലോ മതി നമുക്ക് കറി വെക്കാൻ. ഈ അര കിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചില സമയത്ത് 50 രൂപയ്ക്ക് 1 കിലോയ്ക്ക് വിൽക്കുന്ന ആൾക്കാർ ഉണ്ട്. പക്ഷെ നമ്മളിന്ന് മേടിച്ച മത്തിക്ക് 50 രൂപയാണ് അര കിലോ മത്തിക്ക്. അത് വാങ്ങിച്ച് നമ്മൾ തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ നമ്മൾ ചേർക്കാൻ പോകുന്നത് ഇടുമ്പമ്പുളിയാണ്. ഇപ്പൊ ഇടുമ്പമ്പുളിയുടെ ഒരു സീസണാണ്. ഈ ഇടുമ്പമ്പുളി, ഇലിമ്പമ്പുളി, ചീമപ്പുളി, ഈ പുളി ഇട്ട് മത്തി വെക്കാനാണ് ഏറ്റവും രുചി. അപ്പൊ നമ്മൾ ഇന്ന് കുറച്ച് ഇടുമ്പമ്പുളി നമ്മുടെ പുളിയാന്ന് പറിച്ചെടുത്തിട്ടുണ്ട്. അത് വെള്ളത്തിലിട്ടുണ്ട്. അപ്പൊ അത് ആ കറി വെച്ച് കഴിഞ്ഞാൽ നല്ല ഭയങ്കര രുചിയാണ് ആ കറിക്ക്. പണ്ടൊക്കെ ഞങ്ങളുടെയൊക്കെ വീടുകളിൽ ഇങ്ങനെ അന്നൊക്കെ ഇഷ്ടംപോലെ മീൻ കിട്ടും കേട്ടോ. മീൻ കിട്ടുമ്പോ ഓരോ ആൾക്കാരും ഉണ്ട്. 10ഉം 15ഉം പേരൊക്കെ ഉണ്ട് ഒരു വീട്ടിൽ. 10 പേര് കുറയാതുണ്ട് ഒരു വീട്ടില്. അപ്പൊ 1 കിലോ മത്തിയൊന്നും വാങ്ങിച്ചാൽ തികയത്തില്ല. അപ്പൊ കുറെ ഇടുമ്പമ്പുളിയൊക്കെ കൊണ്ടിട്ട് മാങ്ങായോ ഇടുമ്പമ്പുളി. ഇപ്പൊ മാങ്ങായുടെ സീസൺ ആയി വരുന്നതാണ്. പക്ഷെ ഇടുമ്പമ്പുളി ഇപ്പൊ ഉടനെ തീരും ഇത്. അപ്പൊ അതാണ് നമ്മൾ ഈ മത്തി യൂസ് ചെയ്യുവാണ്. മത്തി വാങ്ങിച്ച് നമ്മളിപ്പോ ഇടുമ്പമ്പുളി ഇട്ട് കറി വെക്കാൻ പോകണം. അപ്പൊ മത്തി ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇടുമ്പമ്പുളി അല്ലാണ്ടൊക്കെ നമ്മൾ കഴിക്കണേക്കാളും പല കറികളും വെക്കാം അല്ലെ. പക്ഷെ മത്തിക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ്. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ 1 കിലോ മത്തി. ഇത് നമുക്ക് 2 ദിവസത്തേക്കുള്ള, ഞങ്ങളെ സംബന്ധിച്ച് നമ്മൾ 3 പേരുള്ള, നമുക്ക് 2 ദിവസത്തെ ഈസി കറിയാണ്. ഇടുമ്പമ്പുളി ഇത് ഇങ്ങനെ നമ്മ തലയും വാലും ഒക്കെ കട്ട് ചെയ്ത് കഴുകി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. ഇതും റെഡിയാണ്. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാം? അപ്പൊ നമ്മൾ ആദ്യം മത്തിയാണ് അടുപ്പ വെക്കാൻ പോകുന്നത്. ഇതിനകത്ത് നമ്മള് ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ മുളക് പൊടി നമ്മൾ ഇടുന്നുണ്ട്. നമ്മൾ സാധാ മുളക് പൊടിയാണ് ഇടുന്നത്. ഇത് പെട്ടെന്ന് ഒരു വീഡിയോ കേട്ടോ. കാരണം നമ്മുടെ വൈകുന്നേരത്തെ ഇപ്പോഴത്തെ കറിയാണ്. ഇത് ഉണ്ടാക്കിയിട്ട് വേണം കറി ചോറുണ്ട് കഴിക്കാനായിട്ട്. 1 സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. സാധാ മുളക് പൊടിയല്ലേ? സാധാ മുളക് പൊടിയാണ്. 1 സ്പൂൺ മതി. ഇതിന് കാശ്മീരി ഒന്നും വേണ്ട. വേണ്ട. പിന്നെ നമ്മൾ ഇതിനകത്ത് അന്നേരം എരിവിന് നമ്മള് വേറെ പച്ചമുളക് ഇടും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ 1 സ്പൂൺ മുളക് പൊടി ഇടുന്നത്. നമ്മളൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൊണ്ട് ഇടുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി നമ്മൾ മല്ലിപ്പൊടിയാണ് ഇടാൻ പോകുന്നത്. ചിലര് മല്ലിപ്പൊടി വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. മല്ലിപ്പൊടി നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ വേണ്ട, ഇടണമെന്നില്ല. പക്ഷെ മല്ലിപ്പൊടി ഇട്ടാലും മല്ലിപ്പൊടി ഇട്ടാ ഒരു രുചിയുണ്ട്. ഒരു സ്പൂണ് നിറച്ചില്ല, കുറച്ച് മല്ലിപ്പൊടി 1/4 ടീസ്പൂൺ. അപ്പൊ ആ മല്ലിപ്പൊടിയും കൂടെ നമ്മൾ ഇട്ടു. ഇനി നമ്മൾ അടുത്ത ഉപ്പാണ് ഇടാൻ പോകുന്നത്. ഇത് ഈസി എന്ന് പറഞ്ഞാൽ വളരെ ഈസിയാ. ഇപ്പൊ അമ്മ കണ്ണടച്ച് പറഞ്ഞ കറി ഉണ്ടാക്കി ചോറുന്നു അല്ലേ? 1 സ്പൂൺ ഉപ്പും കൂടെ ഇട്ടു. ഇത്ര ഉപ്പ് കറിക്കുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. കറി ആയി കഴിഞ്ഞോട്ട് ഇപ്പൊ തന്നെ തിളപ്പിച്ചാൽ മതി. തിളപ്പിക്കല്ല, കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ ഒരു അതിശയോക്തിക്ക് പറഞ്ഞതേ വെള്ളം അതിന്റെ അകത്തേക്ക് നേരെ ഒഴിച്ചു. എന്തൊരു എളുപ്പം അല്ലേ? അപ്പൊ ഇനി നമ്മളത് അടുപ്പേ വെക്കാം. നമ്മൾ അടുപ്പേ വെച്ചാണ് വേവിക്കാൻ പോകുന്നത്. അപ്പൊ ഇനി നേരെ നമ്മുടെ ഇരുമ്പുളി ഇപ്പൊ ഇടത്തില്ല, ഇതൊന്ന് തിളയ്ക്കണം. അപ്പൊ ഇത് ആദ്യം ഇട്ട് തിളയ്ക്കുക. വേറെ കുടംപുളിയോ വാളംപുളിയോ ഒന്നും നമ്മൾ ഇനി ചേർക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മുടെ മീൻ അടുപ്പയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. മീൻ അടുപ്പയിൽ വെച്ച് തിളയ്ക്കാൻ പോവുകയാണ്. അപ്പൊ ആ ഒരു തിളച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഇനി നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? നമ്മൾ ഇടുമ്പുളി കീറാൻ പോവാ. നമ്മൾ ഇടുമ്പുളി ഇങ്ങനെ വെള്ളത്തിലിട്ടേക്ക് ഒപ്പം പച്ചമുളകും കൂടി ഉണ്ട് കൂടെ. 2ആയിട്ടാ കീറുന്നത്. അത് മതി അല്ലേ? നേരെ പകുത്ത് 2ആയിട്ട് കീറി ഇടുവാണ്. അപ്പൊ ഇത് നമുക്ക് ഇങ്ങനെ കീറി വെക്കാം. ഇതാണ് നമുക്കൊരു കാര്യമുള്ളൂ അല്ലെ? ഇത് ഒരു കഷ്ണം മതി ചോറുണ്ണാന്. അത് തന്നെ. ഇത് മീൻ കറിയിനേക്കാളും കൂടുതൽ ടേസ്റ്റ് നമ്മൾ ഈ ഒരു ഇരുമ്പമ്പുളിയുടെ ഈ കഷ്ണം ഉണ്ടല്ലോ, ഈ കഷ്ണം ഇങ്ങനെ ചോറിലേക്ക് ചോറുണ്ണുമ്പോഴാണ്. അതിനാണ് അല്ലെ ആ ചാറും കൂടി കഴിക്കുമ്പോഴാണ്. മീനിന്റെ ടേസ്റ്റ് അല്ല, നമുക്ക് ഇരുമ്പമ്പുളിയുടെ ടേസ്റ്റ് ആണ് ടേസ്റ്റ്. ഈ കറിയുടെ പ്രത്യേകത അത് തന്നെയാണ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഇരുമ്പമ്പുളി മൊത്തം കീറാം. പിന്നെ ഒപ്പം പച്ചമുളക് ഇതിന്റെ കൂടെ കീറിയിടുവാണ്. അതെങ്ങനെ കീറുന്നത് അതുകൂടി ഒന്ന് കാണിച്ചത്. പച്ചമുളക് നമ്മൾ അതിന്റെ ആ ഒരു ഞെടുപ്പ് മാത്രം ഒന്ന് ഇങ്ങനെ അങ്ങ് കീറിയിട്ടാ മതി അല്ലേ? അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിനൊപ്പം ലൈക്കും കമന്റും ഒന്നും മറന്നു പോകരുത്. ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെ, വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും, അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഇരുമ്പുളി പച്ചമുളകും ഒക്കെ അരിഞ്ഞ് റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ മീൻ അടുപ്പയിൽ അങ്ങനെ ഇരുന്ന് തിളച്ചോണ്ടിരിക്കണം അല്ലെ? ഇത് വേവണ്ട, ജസ്റ്റ് തിളച്ചാൽ മതി. അപ്പൊ നമ്മുടെ മീൻ തിളച്ചോ നമുക്ക് നോക്കാം. ഒരു 5-6 മിനിറ്റ് ആയി നമ്മൾ അടുപ്പ് വെച്ചിട്ട് നമുക്ക് നടന്ന് പൊക്കി നോക്കാം. അതേ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ മീൻ തിളച്ചിട്ട് ഈ പുളി ഇടുന്ന എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മീനും പുളിയും കൂടെ അങ്ങ് വെക്കുമ്പോൾ ഈ പുളി അങ്ങ് വെന്ത് അലുത്തു പോകും. നമുക്ക് പുളിയായിട്ട് കിട്ടത്തില്ല. അപ്പൊ അതിനാണ് നമ്മൾ ഈ മീൻ ഇങ്ങനെ കിടക്കണം. അതിനാണ് നമ്മൾ ഈ മീൻ തിളച്ച് കഴിയുമ്പോൾ ഈ പുളിയും പച്ചമുളകും കൂടെ നമ്മൾ ഇടുന്നതിനകത്ത്. മീനിന് പകുതി വേവും കൂടി ഉള്ളൂ.
അതായത് ഇനി പുളി വെന്ത് കഴിയുമ്പോ നമുക്ക് മീൻ വാങ്ങാം. ടൈം അല്ല, നമ്മളൊരു പകുതി വേവ് മീനായി കഴിയുമ്പോഴാണ് പുളി ഇടുന്നത് അല്ലെ, പുളിയും പച്ചമുളകും കൂടി ഇടുന്നത്. അപ്പൊ നമ്മള് നമ്മുടെ പുളി എല്ലാം അടിപൊളിയായിട്ട് നമ്മൾ അതിന്റെ അകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇനിയുണ്ട് ഇതിനകത്ത് കുറെ സാധനങ്ങൾ, ഒരു സാധനം ചേർക്കാനുണ്ട്. ഇപ്പൊ കാണുമ്പോ പച്ചവെള്ളത്തിൽ കിടക്കുന്ന പോലെ തോന്നുന്നു, പക്ഷെ അങ്ങനെയൊന്നും അല്ല. അല്ല, ഇപ്പൊ നല്ല നല്ല അടിപൊളി കറിയായിട്ട് വരും. അപ്പൊ നമുക്ക് ഒരു കതപ്പ് കറിവേപ്പിലയും കൂടെ, നല്ല ഫ്രഷ് കറിവേപ്പില. നമ്മുടെ കറിവേപ്പില നമ്മൾ ഇപ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത് അല്ലേ. ഇനി നമുക്കൊന്ന് അടയ്ക്കാം. വീണ്ടും അടച്ചു വെക്കുക. ഇനി വീണ്ടും ഇത് തിളക്കണം, ഒന്നുകൂടെ തിളക്കണം. ഓക്കെ. അപ്പൊ നമ്മുടെ പുളിയും പച്ചമുളകും ഒക്കെ കൊണ്ട് ഇട്ടിട്ടുണ്ട്. അത് നന്നായിട്ട് വെന്തം തോന്നുന്നു. നമുക്കൊന്ന് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ട എത്ര മേവേ ഉള്ളതിന്. ഒന്ന് വാടിയാ മതി, അല്ലെങ്കിൽ പുളി അലുത്ത് പോകും. കണ്ടോ, ഇപ്പൊ നല്ല പുളി നമ്മൾ അതുപോലെ കാണിച്ചാൽ ജസ്റ്റ് ഒന്ന് കണ്ടോ, അലുക്കരുത് അല്ലേ, അലുക്കരുത്. നോക്കട്ടെ. പുളിയുണ്ടോ? പുളിയുണ്ട്, എരിവുണ്ട്, നല്ല രുചി. ഇനി നമ്മൾ ഇതിനകത്ത് ചേർക്കാൻ പോകുന്നത് മെയിൻ സാധനങ്ങൾ ചേർക്കാൻ പോകുന്നത് നമ്മൾ കുറച്ച് തേങ്ങ, പച്ചത്തേങ്ങ അരച്ചു വെച്ചിട്ടുണ്ട്. ഒരു മുറി തേങ്ങ അരച്ചിട്ടുണ്ട്. അതുകൂടെ നമ്മൾ ഇതിന്റെ കൂടെ ഇടുകയാണ്. നല്ല മഷി പോലെ. അതിന്റെ കൂടെ വേറെ ഒന്നും ചേർത്തിട്ടില്ല, തേങ്ങ മാത്രം അരച്ച് അതും കൂടെ ഇപ്പഴങ്ങ് ഇട്ട് കൊടുത്തു. അപ്പോഴാണ് ഇനി കറിയുടെ ഒരു എന്താ പറയാ, കൊഴുപ്പും രുചി വരുന്നല്ലേ. നമുക്ക് ഈ പാത്രം ഒന്ന് അരച്ച വെള്ളത്തിനകത്ത് ഈ ജാറൊന്ന് കഴുകി അങ്ങോട്ട് ഒഴിച്ചേക്കാം. അത് വെറുതെ കളയുന്ന എന്തിനധികം കണ്ട. സത്യം എന്തൊരു എളുപ്പമല്ല ഈ മീൻകറി ഉണ്ടാക്കാനായിട്ട്. എളുപ്പമല്ല, നല്ല ഭയങ്കര രുചിയാണ്. വെച്ചപ്പോഴാണ് ഇതൊരു നാടൻ കറിയാണ്, അതുകൊണ്ട് അതിന്റേതായ രുചിയുണ്ട്. പിന്നെ ഈ കറിയൊന്നും നമുക്ക് എപ്പോഴും കൂട്ടാനും കിട്ടത്തില്ല അല്ലെ. ഇല്ല. നമ്മൾ ഇങ്ങനെയും കഴിക്കണം. എപ്പോഴും നമ്മൾ ചുമ്മാ സാധാരണ ചാളക്കറിയും മീൻകറിയും ഒക്കെ വെച്ച് കഴിച്ചാൽ നമുക്ക് എപ്പോഴും കിട്ടും. ഇതൊക്കെ ഉള്ളപ്പോ ഇതൊക്കെ ഇട്ട് കറി വെച്ച് കഴിക്കണം. നമ്മൾ അതുപോലെ മത്തിപ്പുളി ഉള്ളപ്പോ മത്തിപ്പുളി ഇട്ട് കഴിക്കും അല്ലെ. എങ്ങനെയുണ്ടാ? നല്ല കറി. ഉപ്പ് വല്ലതും വേണം ഇനി? ഒരു ശകലം ഉപ്പിടണം. ആണോ? അപ്പൊ നമ്മൾ ഇതിൽ ലേശം ഉപ്പും കൂടി ഇട്ട് നമ്മുടെ കറീനെ സെറ്റ് ആക്കാൻ പോവാണ്. ഇത്ര ഉപ്പും ഇടുക. ഇനി നമ്മൾ അടയ്ക്കുന്നില്ല, തുറന്നു വെച്ചാ അതിനും തുറന്നാ തിളപ്പിക്കുന്നത്. അടച്ചു കഴിയുമ്പോ നമ്മുടെ ഈ തേങ്ങ പിരിഞ്ഞു പോകുന്നല്ല, തേങ്ങ പതഞ്ഞു പോകും. അപ്പൊ ഈ അടപ്പലൊക്കെ പറ്റും. അപ്പൊ ഇനി അടയ്ക്കാൻ പാടില്ല. ഇനി അടയ്ക്കാൻ പാടില്ല. അപ്പൊ നമ്മുടെ കറി അങ്ങനെ ജസ്റ്റ് ഒന്ന് പയ്യെ ഒന്ന് ഇളക്കിയൊക്കെ കൊടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒപ്പം നമ്മളിത് ഇനി ഇതിനെ കടുക് പൊട്ടിക്കാനുള്ള സാധനമൊക്കെ നമ്മളിത് ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കൊച്ചുള്ളിയും വറ്റൽമുളകും പിന്നെ കടുകും കുപ്പിയൊക്കെ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അല്ലേ. കടുകും കുപ്പി, വെളിച്ചെണ്ണ എല്ലാം സെറ്റാക്കി. രാത്രി ആയതുകൊണ്ട് നമ്മള് പെട്ടെന്ന് ഇങ്ങനെ നമ്മൾ തേങ്ങയൊക്കെ ഇട്ട് ഒന്ന് തിളക്കട്ടെ. അപ്പൊ നമ്മൾ അടയ്ക്കാൻ ഒരു ഒറ്റ തിള വന്നാൽ മതി. അപ്പൊ നല്ലപോലെ തീയുണ്ട്. എന്നിട്ട് വേണം നമുക്ക് കടുക് പൊട്ടിക്കാൻ, അടുത്ത പരിപാടി തുടങ്ങാൻ. അപ്പൊ നമ്മുടെ കറി തേങ്ങയൊക്കെ ചെറുപ്പം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനിയിപ്പൊ നമുക്കത് വാങ്ങി വെക്കാം. അടുപ്പിന്ന് നമ്മുടെ കറി വാങ്ങി വെച്ച് കഴിഞ്ഞപ്പോഴും ഇങ്ങനെ തിളച്ചോണ്ടിരിക്കുവാണ് കേട്ടോ. അടുപ്പത്തി ഇങ്ങനെ എരിഞ്ഞോണ്ടിരിക്കുവാണ്. ഇതാണ് കേട്ടോ നമ്മുടെ അടുപ്പ്. കണ്ടില്ല, നമ്മൾ ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ ഉണ്ടാക്കിയേക്കാൻ അടുപ്പ്. ഞാനും അമ്മയും കൂടെ ഉണ്ടാക്കിയ അടുപ്പാണ് കേട്ടോ ഇത്. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും എപ്പോഴും കറി തിളയ്ക്കുക മറക്കരുത്. അപ്പൊ നമുക്ക് സ്വല്പം വെളിച്ചെണ്ണ ഒഴിക്കാം. നമുക്ക് കടുക് പൊട്ടിക്കാനൊക്കെ ഉണ്ട്. നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ട് നമുക്ക് സ്വല്പം കടുക് ഇടാം അതിനകത്തോട്ട്. നമ്മുടെ ഉള്ളി ഇട്ട് ഉള്ളിയും കറിവേപ്പിലയും മുളകും ഒക്കെ കൂടെ നമുക്ക് അങ്ങിടാം. അപ്പൊ മൂത്തോളം നല്ല തീ ആയതുകൊണ്ട് എല്ലാം കിട്ടും. അപ്പൊ നമ്മുടെ കടുക് ഇറക്കപ്പെട്ടിരിക്കാൻ നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഈ മീനിനകത്തോട്ട് പതുക്കി ഇതങ്ങ് ഒഴിക്കാം. അതിനകത്തോട്ട്
വാവ്, കാണുമ്പോ തന്നെ ഒരു അല്ലേ അടിപൊളി. ഇനിയുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഒരു ചീനിച്ചട്ടി ഇല്ലേ, അതിന്റെ ഇടയ്ക്ക് ഇച്ചിരി ചാറ് ഒഴിച്ചിട്ട് കഴിക്കും, അതിനൊരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. സൈഡിൽ നിന്ന് എല്ലാ വീട്ടുകാരും വീട്ടിലൊക്കെ കറി ഉണ്ടാക്കുമ്പോ അമ്മരൊക്കെ ഇങ്ങനെ ഒഴിക്കൂല്ലേ. പണ്ടൊക്കെ ഇങ്ങനെ എല്ലാരും ഒഴിച്ച് തിന്നുമായിരുന്നു. അതുപോലെ മീൻചട്ടി, ഈ മീനിനൊക്കെ കറിയൊക്കെ വെച്ച് കഴിയുമ്പോണ്ടല്ലോ, ആ വിളമ്പി കഴിയുമ്പോ ആ മീൻചട്ടിക്കകത്തിട്ട് ഇച്ചിരി ചോറും അതും എല്ലാം കൂടെ ഇട്ടൊന്ന് തൂത്ത് പറക്കി തിന്നുമ്പോണ്ടല്ലോ ഒരു പ്രത്യേക രുചിയായിരുന്നു. അപ്പൊ നമ്മുടെ കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട് അല്ലേ. ഇതാണ് നമ്മുടെ സൂപ്പർ ടേസ്റ്റി മത്തിക്കറി. അത് തന്നെ മത്തിക്കറി, പഴയകാല മത്തിക്കറി അല്ലേ. ഈ സീസണലാണ് ഈ മീൻ കിട്ടുമ്പോ, ഈ പുളി കിട്ടുമ്പോ മാത്രമാണ് ഇത് കറി വയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മുടെ ഈ മത്തി ഇടുമ്പമ്പുളി കൊണ്ട് കറി വെച്ചതുണ്ട്, നല്ല അടിപൊളി കറിയാണ്. നമ്മൾ പറയുന്ന നല്ല അതിരുചിയാണ് ഇതിന്. അപ്പൊ നിങ്ങൾ ഇതുപോലെ ഒന്ന് കറി വെച്ചോ. ഇപ്പൊ ഇടുമ്പമ്പുളി ഉണ്ട്, അവിടെ ഇവിടെയൊക്കെ ഉള്ള സമയമാണ്. തീരുന്നതിന് മുമ്പ് 1/2 കിലോ മത്തി വാങ്ങിച്ചാൽ മതി. മത്തി വാങ്ങിച്ചിട്ട് ഇതുപോലെ 2 പച്ചമുളകും ഒക്കെ ഇടിച്ച് തേങ്ങയും ഒക്കെ അരച്ച് ഒരു കറി വെച്ച് നല്ല രുചിയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്റെ ഈ കറി ഇഷ്ടപ്പെട്ടു കാണും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി, നമസ്കാരം. ലൈക്ക് ചെയ്യണം, ലൈക്കും കമന്റ് ചെയ്യുകയും വേണം.